Good morning students. എൻ്റെ പേര് ആതിര കെ കൃഷ്ണൻ. ഞാൻ ഫിസിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ബി.എഡും കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് എൻട്രൻസ് കോച്ചിങ്ങും IIT ഫൗണ്ടേഷൻ ക്ലാസ്സും എടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ജയ്ഭാരത് കോളേജിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തവണത്തെ കീം 2020ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഫിസിക്സ് പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് ആ എക്സാമിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞിട്ട് പോർഷൻസിലേക്ക് കിടക്കാം. കീമിന് നമുക്കറിയാം 2 പേപ്പേഴ്സാണുള്ളത്. ഒന്ന് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, മറ്റൊന്ന് മാത്സ്. രണ്ടിനും 50% വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് 120 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരിക്കും നിങ്ങൾക്ക് ആ പേപ്പറിൽ അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പറിൽ 120 ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്സ് പേപ്പറിൽ 120 ക്വസ്റ്റ്യൻസും. ഇതിൽ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പറാണ്. നമുക്കറിയാം ഈ കമ്പൈൻഡ് പേപ്പറിൽ തന്നെ 3 വെയിറ്റേജ്, അതായത് 30% വെയിറ്റേജ് ഫിസിക്സ് പേപ്പറിനും 20% വെയിറ്റേജ് കെമിസ്ട്രി പേപ്പറിനുമാണ് വരുന്നത്. സോ around 72 questions ഫിസിക്സിൽ നിന്നും ബാക്കി 48 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നിന്നും കിട്ടുക. കെമിസ്ട്രി പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ മിക്കവാറും തന്നെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കെമിസ്ട്രി പേപ്പറിൽ നിങ്ങൾക്ക് വരിക. ബട്ട് ഫിസിക്സിൽ എന്ന് പറയുമ്പോൾ മിക്കവാറും പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. സോ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് ഫിസിക്സ് പേപ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയുടെ 48 ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫിസിക്സിൻ്റെ പേപ്പറിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിന് ഏറ്റവും ഫേവറബിൾ ആയി നിൽക്കുക. ഈ 48 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്കറിയാം ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് സോൾവ് ചെയ്യാനായി നിങ്ങൾക്ക് തരുന്നത് 150 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ഈ 150 മിനിറ്റ്സിൽ മാക്സിമം ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ ഈ 48 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 120 മിനിറ്റ്സ് ഈ 72 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ പ്രോബ്ലംസ് ഫിസിക്സ് പേപ്പറിൽ വരുന്നതുകൊണ്ടാണ് മിസ് അങ്ങനെ പറഞ്ഞത്. കാരണം ഇത് കുറേ കൂടി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. സോ ടൈം മാക്സിമം സേവ് ചെയ്യാൻ സാധിക്കുന്നത് കെമിസ്ട്രി പേപ്പറിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ നിങ്ങൾ കെമിസ്ട്രി പേപ്പർ ഫിനിഷ് ചെയ്യുകയും ബാക്കി 1 അവർ നിങ്ങൾ ഫിസിക്സ് പേപ്പറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് അറൌണ്ട് 1.5 മിനിറ്റ് ആയിരിക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഫിസിക്സ് പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുക. എങ്കിൽ കൂടി നിങ്ങൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഈ 72 ക്വസ്റ്റ്യൻസ് വിത്തിൻ 120 മിനിറ്റ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഏറ്റവും ഫാസ്റ്റ് ആക്കുക. പ്രോബ്ലംസ് ഇക്വേഷൻസ് അറിയാമായിരിക്കും, ബട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നുള്ളത് നമ്മളിപ്പോഴും ഏത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിൽ പോലും കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മാറി തിരിച്ച് വീണ്ടും ഹാൻഡ് വർക്കായിട്ട് നമ്മൾ പേപ്പറിൽ എഴുതി കണക്ക് ചെയ്ത് ശീലിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മിനിമം ടൈമിനുള്ളിൽ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി ഫിസിക്സ് പേപ്പറിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാപ്റ്റർ വൈസ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഒരു ചാപ്റ്ററിൻ്റെ തിയറി പോർഷൻ, അതിൻ്റെ കൺസെപ്റ്റ്സ് വൃത്തിയായി മനസ്സിലാക്കുക, ദെൻ അതിനോട് ചേർന്ന് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക. അതുകൊണ്ട് തന്നെ ഈ സെഷൻസിൽ ഇനി തുടർന്ന് വരാൻ പോകുന്ന ഫിസിക്സിൻ്റെ ഓരോ ചാപ്റ്റർ വൈസ് സെഷൻസിലും നമ്മൾ ആദ്യം ഒരു ചാപ്റ്ററിൻ്റെ തിയറി പോർഷൻസ് സമ്മറി പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡെഫിനിഷൻസോ ഡെറിവേഷൻസോ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക, ഇക്വേഷൻസ് വ്യക്തമായി ഓർത്തിരിക്കുക. അതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. സോ ഓരോ സെഷൻസിലും നമ്മൾ ചാപ്റ്റർ വൈസ് സമ്മറി ബ്രീഫ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, അതായത് നീറ്റ്, കീം, NDA എൻട്രൻസ് അല്ലെങ്കിൽ IIT എൻട്രൻസിനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ സെഷൻസിലും സോൾവ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ഫിസിക്സിൽ +1 ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. അതിൽ വളരെ തിയറി പോർഷൻ വളരെ ചെറുതാണ്, എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു അല്പം ടഫാണ് എന്നുള്ളൊരു ഫീല് വരുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് ആക്ച്വലി ഫിസിക്സിൽ നടക്കുന്നത്, അല്ലേ? അതായത് ഏറ്റവും ചെറിയ മാറ്ററിൽ നിന്ന് ആ മാറ്ററിൻ്റെ ഇൻറ്ററാക്ഷൻസിലേക്കും നമ്മുടെ ചുറ്റും കാണുന്ന വീട്ടിൽ കാണുന്ന അപ്ലയൻസസിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ മോഷൻ, ഇങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, സയൻറ്റിഫിക് സ്റ്റഡിയാണ് ആക്ച്വലി ഫിസിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ നടക്കുന്നത്.
ഓക്കെ, ഇനി ഈ എൻറ്റയർ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെ ഗവേൺ ചെയ്യുന്ന ഫോഴ്സസ്, ആ ഫോഴ്സസിനെ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്. ദ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ദാറ്റ് ഗവേൺസ് ദിസ് യൂണിവേഴ്സ് അല്ലേ? ഓക്കെ, അതിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. മാസ് ഉള്ള ഏത് 2 ബോഡീസ് തമ്മിലും ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇന്ററാക്ഷൻ ഏത് ഫോഴ്സ് മൂലമാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഈസ് F is equal to G m1 m2 by r square. F is equal to G m1 m2 by r square, where G is called the gravitational constant and m1 m2 represents the mass of the 2 bodies and r represents the distance of separation between the 2 bodies. Okay, fine. ഇനി നെക്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ഇന്ററാക്ഷൻ ആണ്. അതായത് ന്യൂട്രിനോ ആന്റി ന്യൂട്രിനോ എന്ന് പറയുന്ന പാർട്ടിക്കിൾസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബീറ്റ ഡി കെ പഠിക്കുന്ന സമയത്ത്, ന്യൂക്ലിയർ ഡിസിന്റഗ്രേഷൻസ് അല്ലെങ്കിൽ ബീറ്റ ഡി കെ പഠിക്കുന്ന സമയത്ത് ന്യൂട്രിനോ ആന്റി ന്യൂട്രിനോ എന്ന് പറയുന്നുള്ള ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത്തരം ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസിൽ അവരുടെ ഇന്ററാക്ഷൻ നടക്കുന്നത് ഈ വീക്ക് ഇന്ററാക്ഷൻ മൂലമാണ്. ഓക്കെ, സോ ദ സെക്കൻഡ് ഫോഴ്സ് ഈസ് വീക്ക് ഇന്ററാക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ആദ്യം നമ്മൾ മാസ് ഉള്ള ബോഡീസിന്റെ ഇന്ററാക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെയെങ്കിൽ ചാർജ് ഉള്ള ബോഡീസിന്റെ ഇന്ററാക്ഷൻ ഗവേൺ ചെയ്യുന്ന ഫോഴ്സ് ഏതായിരിക്കും എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ദി തേർഡ് വൺ കേം ഇൻ ടു ദ സീൻ ആൻഡ് ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. Again, electromagnetic force ne represent cheyanayittu oru mathematical formula undu, and that formula is F is equal to 1 by 4 pi epsilon 0 q1 q2 by r square. ഇതിൽ q1 and q2 എന്ന് പറയുന്നത് ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ആണ്, ആൻഡ് r എന്ന് പറയുന്നത് അഗൈൻ ആ 2 ചാർജുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നൗ ദ സ്ട്രോങ്സ്റ്റ് എമംഗ്സ്റ്റ് ദ ഓൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു സ്ട്രെങ്ത്തിന്റെ ഓർഡറിലാണ് നമ്മൾ ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ദെൻ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയത് വീക്ക് ഇന്ററാക്ഷൻ ആണ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. നൗ കംസ് ദ സ്ട്രോങ്സ്റ്റ് വൺ, ഇറ്റ് ഈസ് സ്ട്രോങ് ഇന്ററാക്ഷൻ ഓർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ആറ്റം എന്നതും ആറ്റത്തിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ആയിട്ടുള്ളത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നിവയാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഇതിൽ ന്യൂട്രോണും പ്രോട്ടോണും ഇരിക്കുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ അകത്താണ്. ഈ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ഈ ന്യൂക്ലിയോൺസിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ആറ്റത്തിന്റെ അകത്തുള്ള ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതിൽ ഈ 4 ഫോഴ്സുകളിൽ ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ഫോഴ്സും ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, ഈ ഫോഴ്സുകളുടെ റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആള് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് നമ്മൾ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആയിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് റിലേറ്റീവ് സ്ട്രെങ്ത് 1 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അറൌണ്ട് 10⁻⁻² ആയിരിക്കും. ഓക്കെ, ഇതിനേക്കാൾ കുറച്ച് കുറഞ്ഞതായിരിക്കും, അതിന്റെ സ്ട്രെങ്ത് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഫൈൻ. ദി നെക്സ്റ്റ് വീക്കസ്റ്റ് വൺ ഈസ് ദ വീക്ക് ഇന്ററാക്ഷൻ. വീക്ക് ഇന്ററാക്ഷന്റെ സ്ട്രെങ്ത് when compared to the strong nuclear force strength, it will be around 10⁻⁻13. ഓക്കെ, ഇനി ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ സ്ട്രെങ്ത്, റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറൌണ്ട് 10⁻39. ഓക്കെ, ഇതാണ് ആ സ്ട്രെങ്ത്തിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് മുകളിലേക്ക് പോകുന്നതോടെ അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അല്ലെ. നെക്സ്റ്റ് നമ്മൾ ഈ ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിൽ കാണുന്നത് കൺസർവേഷൻ ലോസിനെ കുറിച്ചാണ്. ഓക്കെ, 3 കൺസർവേഷൻ ലോസ് ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് എനർജി, ദ സെക്കൻഡ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് ദ തേർഡ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ പോലെ കൺസർവേഷൻ ഓഫ് എനർജി ആണ്. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി? അതിന്റെ ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയാമോ?
എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് അല്ലെ. എനർജി എന്ന് പറയുന്നത് നമുക്ക് പുതിയതായി ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയെ ഇല്ലാതാക്കുവാനോ സാധിക്കില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. നമ്മൾ നോർമലി ലൈഫിൽ ചെയ്യുന്നത് അത് തന്നെയാണ് അല്ലെ. ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആയിട്ടും മെക്കാനിക്കൽ എനർജി ആയിട്ടും ഒക്കെ ഫോംസ് മാറ്റി മാറ്റി കൺവേർട്ട് ചെയ്തെടുക്കുന്നു. നമ്മളൊരു പുതിയ എനർജി ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യുന്നത്, ഒരു ഫോമിൽ നമുക്ക് അവൈലബിൾ ആയ എനർജിയെ നമുക്ക് വേണ്ടുന്ന ഫോമുകളിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എനർജി കൺസർവേഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജിയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ. സെക്കൻഡ് കൺസർവേഷൻ ലോ ഈസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ ക്യാപിറ്റൽ പി ആണ് അല്ലെ. ഈ ക്യാപിറ്റൽ പിയും ഫോഴ്സ് എഫും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. എന്താണത്? എഫ് ഈസ് പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനോടാണ് നമ്മൾ ഫോഴ്സിനെ എപ്പോഴും റിലേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഫോഴ്സിന്റെ വാല്യൂ 0 ആക്കി കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു 0. എഫ് 0 ആകുന്ന സിറ്റുവേഷനിൽ ഈ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നതും 0 ആയി പോകണമല്ലോ. ദാറ്റ് ഈസ് ഡി പി ബൈ ഡി ടി ഇസ് ഓൾസോ 0. ഡി ബൈ ഡി ടി എന്ന് പറയുന്ന നൊട്ടേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെപ്രസെന്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെ. പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഈ ഡി ബൈ ഡി ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതോ ഒരു ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് 0 ആണ് എന്നാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് 0 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് മാറ്റമില്ല എന്നല്ലേ അർത്ഥം. സോ ദാറ്റ് ഇംപ്ലൈസ് പി ഈസ് എ കോൺസ്റ്റന്റ്. സോ ഫോഴ്സിന്റെ വാല്യൂ എപ്പോഴാണോ 0 ആയി പോകുന്നത് ആ ടൈമിൽ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് 0ക്ക് ഈക്വൽ ആവുകയും അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുകയും ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ whenever the external force acting on a moving body is 0, its linear momentum will be conserved. എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആവുന്നത് എപ്പോഴെല്ലാം ആണോ അപ്പോഴെല്ലാം ആ മൂവിംഗ് ബോഡിയുടെ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ. ആൻഡ് ദ ഫൈനൽ വൺ, ദ തേർഡ് വൺ ഈസ് ആംഗുലർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് നമുക്കറിയാം ട്രാൻസ്ലേഷൻ മോഷൻ. ലീനിയർ മോഷന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്ന ടേം നമ്മൾ ഏത് പോർഷൻസ് പഠിക്കുമ്പോഴാണ് കേൾക്കുന്നത്? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ അല്ലെ. റൊട്ടേഷണൽ മോഷനോട് ചേർന്ന് നമ്മൾ കേൾക്കുന്ന ആംഗുലർ മൊമെന്റം എന്ന് പറയുന്ന ടേം. സിമിലർലി ഫോഴ്സ് എന്ന് പറയുന്നതിനോട് റൊട്ടേഷൻ അനലോഗ് ആയിട്ടൊരു ടേം കൂടി ഉണ്ടാവണമല്ലോ. അതെന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് ടോർക്ക് അല്ലെ. സോ ലീനിയർ മോഷന്റെ കേസിൽ എഫ് പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് വിൽ ബി ടോ പ്രപ്പോർഷണൽ ടു ഡി എൽ ബൈ ഡി ടി, where tau is the torque and L is the angular momentum. Okay, fine. Again നമ്മൾ എന്ത് ചെയ്യാണ്? ടോർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 ആയി പോകുന്ന കണ്ടീഷൻ ആണ് അസ്യൂം ചെയ്യാൻ പോകുന്നത്. Let tau is equal to 0. tau 0 ആയി കഴിഞ്ഞാൽ ഒരു ഇക്വേഷന്റെ LHS 0 ആയി കഴിഞ്ഞാൽ RHS should also be equal to 0. Then we can write dl by dt also equal to 0. That means the rate of change of angular momentum is 0. L എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ടൈം വെച്ച് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് 0 ആണ്. മാറ്റം 0 ആണെന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ല എന്നല്ലേ അർത്ഥം. That implies L remains a constant. ആംഗുലർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം? Whenever the external torque acting on a body is 0, its angular momentum will be conserved. Okay. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും പഠിക്കേണ്ടുന്ന തിയറി പോർഷൻസ് വരുന്നത്. ഇനി നമ്മൾ പ്രോബ്ലംസിലേക്കാണ് കടക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നീറ്റിന്റെ ആയിക്കോട്ടെ കീമിന്റെ ആയിക്കോട്ടെ മേജർ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്ത പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടുള്ള സെഷൻസിലെല്ലാം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് അബൌട്ട് ഡാഷ് ടൈംസ് സ്ട്രോങ്ങർ ദാൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്.
നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 100, 10⁴, 10⁻13, 10⁻². അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ തിയറി പോർഷൻസ് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ് സ്ട്രെങ്ത്തുകൾ എല്ലാത്തിനെയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഓർത്ത് നോക്കിയേ. ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്ത് 1 എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻² എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? ദി ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് അബൌട്ട് ഡാഷ് ടൈപ്സ് സ്ട്രോങ്ങർ ദാൻ ദി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ സ്ട്രെങ്ത് വെൻ കമ്പയർഡ് ടു ന്യൂക്ലിയർ ഫോഴ്സ് അല്ല ക്വസ്റ്റ്യൻ. ഇത് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 10⁻², +2, അല്ലേ? ദാറ്റ് ഈസ് 100. So the nuclear force is about 100 times stronger than the electromagnetic force. Now the second question from the chapter Physical World is, which of the following is the correct decreasing order of the strengths of 4 fundamental forces in nature? നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്നും അതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് എങ്ങനെയാണെന്നുള്ളതും പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസിങ് ഓർഡറിൽ അവ അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ഫണ്ടമെന്റൽ ഫോഴ്സസ് 4 എണ്ണമാണുള്ളത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ഇന്ററാക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിൽ ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ഫോഴ്സ് ഏതായിരുന്നു? ന്യൂക്ലിയോൺസിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അല്ലേ? ഏറ്റവും സ്ട്രെങ്ത് കൂടിയത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അവയെ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ആളും ദെൻ സ്ട്രെങ്ത് കുറയുന്നതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. സോ ഫസ്റ്റ് വൺ ഇൻ ദ അറേഞ്ച്മെന്റ് ഷുഡ് ബി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഓപ്ഷൻസിൽ ഫസ്റ്റ് പ്ലേസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ ഡിയിലും മാത്രമാണ്. അല്ലേ? സോ നമുക്ക് ഓൾറെഡി ഈ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ ഡി ആണോ കറക്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് ശേഷം പിന്നീട് അതിന് തൊട്ട് താഴെ സ്ട്രെങ്ത് ഉള്ള ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതായിരുന്നു? ഇറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അല്ലേ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് ശേഷം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ഓപ്ഷനിലാണോ? ഓപ്ഷൻ ബിയിലാണോ ഡിയിലാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. അല്ലേ? സോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, then electromagnetic force, then weak nuclear force, and the weakest one gravitational force. Correct order arrange ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. So the right answer is option D. Next question is, a scientific way of doing things involved option A identifying the problem, option B collecting data, option C hypothesizing the possible theory, option D all of the above. അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സയന്റിഫിക് സ്റ്റഡിയുടെ നേച്ചറിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെയാണ് നമ്മൾ സയന്റിഫിക്കലി ഒരു പ്രോബ്ലത്തെ എൻകൗണ്ടർ ചെയ്യുക, അതിൽ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണിത്. കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷൻസ്, ഫസ്റ്റ് 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈയിങ് ദ പ്രോബ്ലം, കളക്ടിങ് ഡേറ്റ, ഹൈപ്പോത്തസൈസിങ് ദ പോസിബിൾ തിയറി. ഇതെല്ലാം തന്നെ ഒരു പ്രോബ്ലത്തെ നമ്മൾ സയന്റിഫിക്കലി സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ട സ്റ്റെപ്സ് ആണ്. പ്രോബ്ലം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുകയും അതിന് റിലേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ നടത്തുകയും അത് അനലൈസ് ചെയ്യുകയും ദെൻ ഒരു പോസിബിൾ തിയറി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഹൈപ്പോത്തസൈസ് ചെയ്യുകയും ദെൻ അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ഫൈനലി ഒരു ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സോ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എ സയന്റിഫിക് വേ ഓഫ് ഡൂയിങ് തിങ്സ് ഇൻവോൾവ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓൾ ഓഫ് ദ എബവ്. ഈ 3 കാര്യങ്ങളും ഒരു സയന്റിഫിക് സ്റ്റഡിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ 3ഉം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ആയിട്ടുള്ള ഈ 4th വൺ ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ.